മക്കളെ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നീറ്റ് എക്സാം കമ്പൽസറി ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നീറ്റ് എക്സാം കമ്പൽസറി ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ എന്തായിട്ടും കാണണം, കാരണം ലാസ്റ്റിൽ ഇതിലുള്ള ചില പ്രശ്നങ്ങൾ, ഇതിലുള്ള ചില എക്സെപ്ഷൻസ് മിസ് പറയുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കാം. സോ ആദ്യം നീറ്റ് കമ്പൽസറി ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയുക കോഴ്സുകളാണ്. ഒന്ന് മെഡിക്കൽ കോഴ്സുകളും അതുപോലെ തന്നെ ഡെൻ്റൽ കോഴ്സുകളും. അതായത് MBBS-നും BDS-നും എന്താണ് നീറ്റ് കമ്പൽസറി ആണ്. MBBS-നും അതായത് ബാച്ചുലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചുലർ ഓഫ് സർജറി, അതുപോലെ തന്നെ BDS ബാച്ചുലർ ഓഫ് ഡെൻ്റൽ സർജറി. ഈ രണ്ട് കോഴ്സുകൾക്ക് നിങ്ങൾ നീറ്റ് എക്സാം എന്തായാലും എഴുതിയേ പറ്റുള്ളൂ. അപ്പം ഇത് എയിം ചെയ്യുന്ന മക്കളാണെങ്കിൽ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ ആയുഷിൻ്റെ കോഴ്സുകൾ. ട്രഡീഷണൽ മെഡിസിൻ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കെല്ലാം തന്നെ നീറ്റ് കമ്പൽസറി ആണ്. അതായത് BAMS ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി, BHMS ബാച്ചുലർ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ ആൻഡ് സർജറി, BUMS ബാച്ചുലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി, BSMS ബാച്ചുലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി, BNYS ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പത്തി ആൻഡ് യോഗിക് സയൻസ്. ഈ കോഴ്സുകൾക്ക് നീറ്റ് കമ്പൽസറി ആണ്. അപ്പം ഈ രണ്ട് സെക്ഷനിലാണ് നീറ്റ് കമ്പൽസറി ആയിട്ടുള്ളത്. കാരണം ഇത് സെൻട്രൽ ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്, ആയുഷിൻ്റെ കോഴ്സുകൾ. അപ്പോൾ അതിന് നീറ്റ് കമ്പൽസറി ആണ്. ഇനി അടുത്തതാണ് നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സുകളും അതേപോലെ തന്നെ ലീഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ. ഇതിൽ ചില കോളേജുകൾ ഈ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നീറ്റ് എക്സാം കമ്പൽസറി പറയാറുണ്ട്, ചില കോളേജുകൾ പറയാറില്ല. അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് ഓൺ കോളേജ്, അതുപോലെ തന്നെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. ആൻഡ് ഫസ്റ്റത്തേതാണ് നമ്മുടെ BPT ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി. അപ്പം ഇതിൽ നിങ്ങൾ തന്നെ ചില കോളേജിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നീറ്റ് കമ്പൽസറി ആയിരിക്കില്ല. ചില കോളേജസിൽ നീറ്റിൻ്റെ സ്കോർ പറയുന്നുണ്ടാകും. ഓക്കെ. ആൻഡ് BOT ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി, BSc നഴ്സിംഗ്. ഈ BSc നഴ്സിംഗിൽ തന്നെ ഇപ്പം നമ്മളുടെ എയിംസിലൊക്കെ ആണെങ്കിൽ നീറ്റ് സ്കോർ വേണം, അതേപോലെ തന്നെ AFMCക്ക് നീറ്റ് സ്കോർ വേണം. അതല്ലാത്തുള്ള സ്റ്റേറ്റുകൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ സ്റ്റേറ്റ് ആൻഡ് കോളേജ് ആണ് കേട്ടോ. അതുപോലെ BSc മെഡിക്കൽ ലാബ് ടെക്നോളജി, BSc റേഡിയോളജി, BSc കാർഡിയോ വാസ്കുലർ ടെക്നോളജി, BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, BSc അനസ്തേഷ്യ ടെക്നോളജി. ഇവിടെയൊക്കെ എന്താണ് ഡിപ്പെൻസ് ഓൺ കോളേജ് ആൻഡ് സ്റ്റേറ്റ്. ഞാനിത് എടുത്തു പറയാൻ കാരണം ഈ ഒരു വീഡിയോ പകുതി മാത്രം കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം കണ്ടിട്ട് അയ്യോ അതിന് മിസ് നീറ്റ് വേണ്ട എന്ന് പറഞ്ഞു, അതിന് നീറ്റ് വേണം എന്ന് പറഞ്ഞു, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. ഈ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് കോളേജസിനെയും അതേപോലെ തന്നെ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും നീറ്റ് സ്കോർ വേണോ എന്നുള്ളത്. റെഡി. ഇനി അടുത്തത് നമ്മുടെ വെറ്റിനറി സയൻസ് അതേപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി. ഈ കോഴ്സുകൾക്ക് ഇപ്പോൾ കറൻ്റ്ലി മോസ്റ്റ് ഓഫ് ദ കോളേജസ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് നീറ്റ് സ്കോർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എല്ലാറ്റിനും വേണമെന്നല്ല. അതും എന്താണ്, നിങ്ങൾ നീറ്റ് സ്കോർ എപ്പോഴും നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഏത് കോളേജിലാണ് കിട്ടുക, നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് പഠിക്കുക എന്നുള്ളത് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നീറ്റ് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ വെറ്റിനറി കോഴ്സുകൾ എടുക്കുന്ന അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി ഒക്കെ എടുക്കുന്ന ആൾക്കാർ. ഓക്കെ. സോ നീറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ, നിർബന്ധമായിട്ടുള്ളത് ആർക്കൊക്കെയാണ്? ആയുഷിൻ്റെ കോഴ്സുകൾ മിസ്സസ് ആ തുടക്കത്തിൽ പറഞ്ഞത്, പിന്നെ MBBS-ന് അതുപോലെ തന്നെ BDS-ന്. റെഡി. ഇനി ഫോർ പാരാമെഡിക്കൽ കോഴ്സസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏത് എന്താ പറയുക സംസ്ഥാനത്താണ് നിങ്ങൾ പഠിക്കുന്നത്, അതുപോലെ ഏത് കോളേജിനെയാണ് നിങ്ങൾ പഠിക്കുന്നത്, അതിനനുസരിച്ചിരിക്കും. സം കൺസിഡർ നീറ്റ് സ്കോർ, അതേഴ്സ് കണ്ടക്ട് ദെയർ ഓൺ എൻട്രൻസ് എക്സാം ഫോർ മെറിറ്റ് ബേസ്ഡ് അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ചില ആൾക്കാർ നീറ്റ് എക്സാമിൻ്റെ സ്കോറും, ചില ആൾക്കാർ അവരുടെ തന്നെ കോളേജിൻ്റെ അല്ല അവരുടെ തന്നെ സ്റ്റേറ്റിൻ്റെ സെപ്പറേറ്റ് എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ മെറിറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും അഡ്മിഷൻ എടുക്കുന്നത്. ഇനി ഇതാ നമ്മുടെ വെറ്റിനറി സയൻസ് അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി കോഴ്സസ് ആർ നൗ മോസ്റ്റ്ലി അണ്ടർ നീറ്റ്. ഓക്കെ. അപ്പോൾ മെജോറിറ്റി ഇപ്പം ഈ അനിമൽ ഹസ്ബൻഡറി അതേപോലെ തന്നെ നമ്മുടെ വെറ്റിനറി സയൻസ് മോസ്റ്റ്ലി നീറ്റ് സ്കോർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് കരുതുന്നു. റെഡി. ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എന്താണ് നമ്മളുടെ പഠിക്കാവുന്നതാണ്, നിങ്ങൾക്ക് +2 ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ എന്തിനൊക്കെയാണ് നീറ്റ് സ്കോർ മാൻഡേറ്ററി ആയിട്ടുള്ളത്, എല്ലാത്തതിന് ഏതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്ത് സംശയമാണ്, ഇനി ഏത് കോഴ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക.